മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തും. ചർച്ചയിൽ പിണറായിക്കൊപ്പം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുക്കും. കേരളത്തിൽ ദേശീയപാതാ നിർമ്മാണത്തിൽ വന്ന വീഴ്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ജിഷ്ണു തുടരുകയാണ് വിവരങ്ങൾ നൽകുന്നതിനായി. ജിഷ്ണു, ഈ യോഗത്തിന്റെ പ്രത്യേകത എന്താ? വീണ, CPM-ന്റെ കേന്ദ്ര നേതൃയോഗങ്ങൾ, പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള യോഗങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിക്കൊപ്പം സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസും നിതിൻ ഗഡ്കരിയെ കാണും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ആ കൂടിക്കാഴ്ചയിൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും ഉണ്ടാവുക. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ യോഗത്തിനും കൂടിക്കാഴ്ചയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട്. കേരളത്തിൽ ദേശീയപാതാ നിർമ്മാണത്തിൽ വലിയ വീഴ്ചകൾ വന്നു എന്ന നിരീക്ഷണം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം തന്നെ നടത്തിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം നടത്തിയിട്ടുള്ള പരിശോധനയിൽ കരാറുകാർ ഈ ദേശീയപാതാ നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ സംബന്ധിച്ചുമുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. ഒപ്പം ഈ വിഷയത്തിൽ മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതുൾപ്പെടെയുള്ള വിഷയത്തിൽ കർശനമായിട്ടുള്ള നിലപാടാണ് നിലവിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കരാർ കമ്പനി KNR കൺസ്ട്രക്ഷനെയും ഒപ്പം ദേശീയപാത നിർമ്മാണത്തിന്റെ കൺസൾട്ടന്റായി പ്രവർത്തിച്ചിട്ടുള്ള കമ്പനിയെയും പൂർണ്ണമായും വിലക്കുന്ന നിലപാട് ഇതിനോടകം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടും ഒരു കരാറുകളിലും ഈ KNR കൺസ്ട്രക്ഷനും ഒപ്പം കൺസൾട്ടന്റായി പ്രവർത്തിച്ച കമ്പനിക്കും പങ്കെടുക്കാൻ സാധിക്കില്ല. ഒപ്പം നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്കപ്പുറത്തേക്ക്, ആ മാനദണ്ഡങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള വീഴ്ച കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിൽ നടന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിഗമനം. അത് ഏത് രീതിയിൽ സംഭവിച്ചു, ആരെല്ലാമാണ് ഇടപെട്ടത് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം ഡൽഹി IIT-യിലെ പ്രൊഫസർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘത്തോട് കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിന്റെ മുഴുവൻ, മലപ്പുറം കൂരിയാട് മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന ഈ ദേശീയപാതാ നിർമ്മാണത്തിന്റെ പുരോഗതി സംബന്ധിച്ചും നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്താനും ഈ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമിതിയുടെ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കൂരിയാട് വിഷയത്തിൽ ഉൾപ്പെടെ നിലവിൽ കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളിൽ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ദേശീയ പാതകൾ, അതും കൂറ്റൻ പാലങ്ങളും തുരങ്കങ്ങളും ഉൾപ്പെടെ വൻ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നടക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് മലപ്പുറം കൂരിയാട് കേരളത്തിൽ ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുള്ള, നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടായിട്ടുള്ളൂ, കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിക്കൊണ്ടാണോ ഈ കരാർ പണി നടത്തിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ പങ്ക് എത്രത്തോളമാണ്? കാരണം ദേശീയപാത നിർമ്മാണം സുഗമമായി മുൻപോട്ട് പോകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാനും ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നതിനും അത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന പ്രതികരണം മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് നൽകാനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. കാരണം ദേശീയപാത നിർമ്മിക്കുന്നത് അതിന് മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ കൂരിയാട് ഇത്തരത്തിലൊരു അപകടം നടന്ന ഉടൻ തന്നെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുന്ന സമീപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും നിശബ്ദത പാലിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ കേന്ദ്ര നേതൃയോഗങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയിട്ടുള്ളത്. അതിനിടയിലാണ് ഇന്നലെ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായും ഇന്നിപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുന്നത്. വീണ. ഓക്കെ.